നമുക്കിന്ന് ഡി സി മെഷീൻ ലാബിനകത്ത് ഒരു എക്സ്പെരിമെൻ്റ് ആയ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് OCC ഓഫ് എ ഡി സി ഷണ്ട് ജനറേറ്റർ എന്നുള്ളതിൽ അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ഷണ്ട് ജനറേറ്ററും സെൽഫ് എക്സൈറ്റഡ്. നമുക്ക് അതിൽ ആദ്യം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ഷണ്ട് ജനറേറ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ നമ്മൾ ഒരു വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ്. ആദ്യം നമുക്ക് എയിമാണ് വേണ്ടത്. എയിം എന്ന് പറയുന്നത് ടു പ്ലോട്ട് ദ OCC ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ കറസ്പോണ്ടിങ് ഇറ്റ്സ് റേറ്റഡ് സ്പീഡ്. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കറസ്പോണ്ടിങ് ഇറ്റ്സ് റേറ്റഡ് സ്പീഡ് എന്ന്. അപ്പം നമുക്ക് ആ എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ബാക്കി അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റെക്കോർഡിക്കലി പോകാനുള്ളതെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം നോക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കളർ കോഡ് ഉൾപ്പെടെയാണ് വെച്ചിരിക്കുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതിൽ റെഡ് കളേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈയും ആർമേച്ചറിലോട്ട് പോകുന്നതിന് വേണ്ടി മാത്രവും, അതുപോലെ തന്നെ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഫീൽഡിലേക്ക് പോകുന്ന പോസിറ്റീവ്സും, അതുപോലെ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ഫുള്ള് നെഗറ്റീവുമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന സപ്ലൈ ഫ്യൂസ് വഴി വന്നിട്ട് സ്റ്റാർട്ടറിലേക്ക് എത്തുന്നത് 3 പോയിന്റ് സ്റ്റാർട്ടറാണ്. അതിനകത്ത് അറിയാം LFA. L എന്ന് പറഞ്ഞാൽ ലൈൻ, F എന്ന് പറഞ്ഞാൽ ഫീൽഡ്, A എന്ന് പറയുമ്പോൾ ആർമേച്ചർ എത്തുന്നു. എന്നിട്ട് ആ ഫീൽഡിലേക്കുള്ളതാണ് ബ്ലൂ വയർ നേരെ വന്നിട്ട് നമ്മുടെ റിയോസ്റ്റാറ്റ് R1 എത്തുന്നു. അവിടെ ശ്രദ്ധിക്കുക, ആ റിയോസ്റ്റാറ്റിൻ്റെ ആരോ, ബ്ലൂ വയറിൻ്റെ ആരോ നിൽക്കുന്നത് മിനിമത്തിലാണ്. അതിനർത്ഥം മോട്ടോർ സൈഡിൽ നമ്മൾ മിനിമം റേറ്റ് സ്പീഡിൽ വയ്ക്കാവൂ എന്നാണ്. അപ്പോൾ ആ പൊസിഷൻ ഒരിക്കലും ചേഞ്ച് ആവരുത്. ഇനി നമുക്ക് നമ്മുടെ ആ ബ്ലൂ വയർ വന്നിട്ട് Z, അതായത് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ, അത് പല മെഷീനുകളിലും ചിലപ്പോൾ F1 F2 ആയിരിക്കാം, ചിലപ്പോൾ FF ആയിരിക്കാം, ചിലപ്പോൾ Z ആയിരിക്കാം. ഇവിടെ ഇപ്പോൾ പടത്തിൽ നമുക്ക് Z ആണ് കൊടുത്തിരിക്കുന്നത്. Z. ഓക്കെ, അതിൻ്റെ Z എത്തുന്നു, അതായത് വൈൻഡിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ആർമേച്ചറിലേക്ക് തന്നെ പോകാം. റെഡ് വയർ നേരെ എയിലേക്ക് എത്തുന്നു. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ ചില മെഷീനിൽ A, ചില മെഷീനിൽ A1 A2. ഓക്കെ, ഇവിടെ നമുക്ക് A ആണ് കിടക്കുന്നത്. അപ്പോൾ എയിലേക്ക്, അതായത് പോസിറ്റീവ് സൈഡിലേക്ക് എത്തുന്നു ആർമേച്ചർ കണ്ടക്ടറിലേക്ക്. വീണ്ടും തിരിച്ചു വരാം. നെഗറ്റീവ് സപ്ലൈ നേരെ ഫ്യൂസിൽ വന്നു. ഫ്യൂസിൽ നിന്നും നേരെ നമ്മുടെ Zലേക്കും അതോടൊപ്പം തന്നെ മോട്ടോർ സൈഡിലെ AA, അതായത് ആർമേച്ചറിൻ്റെ നെഗറ്റീവിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ആ ഫ്യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റെഡ് വയർ നേരെ താഴെ ജനറേറ്റർ സൈഡിലേക്ക് പോകുന്നുണ്ട്. ജനറേറ്റർ സൈഡിൻ്റെ ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് നേരെ വന്ന് ഒരു റിയോസ്റ്റാറ്റിലെത്തുന്നു. ഇവിടെ നമ്മുടെ ഫിഗറിൽ 370 ഓം എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും അതല്ല. ജനറേറ്റർ സൈഡിൽ നമുക്ക് വേണ്ടത് 1000 ഓം എങ്കിലും വേണം. മോട്ടോർ സൈഡിൽ 370 ഓം മതി. അപ്പോൾ നമുക്ക് 370 പോരാ, 1000 തന്നെ വേണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈ വാല്യൂ, ഒരു 680 ഓമോ 700 ഓമോ 750 ഓമോ, അങ്ങനെ നല്ലൊരു ഹയർ വാല്യൂ തന്നെ വേണം. 370 കൊണ്ട് നമുക്കൊരു പറയുന്ന രീതിയിലുള്ള OCC കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ നോക്കുക ആ ബ്ലൂ വയറിൻ്റെ ആരോ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അത് മാക്സിമം പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനർത്ഥം മോട്ടോർ സൈഡിൽ മിനിമം ആണെങ്കിൽ ജനറേറ്റർ സൈഡിൽ എപ്പോഴും ഫീൽഡ് റിയോസ്റ്റാറ്റ് മാക്സിമത്തിലായിരിക്കണം. ഇനിയിപ്പോൾ ആ സപ്ലൈ നേരെ വന്ന് വീണ്ടും മോട്ടോർ സൈഡിൽ വന്നതുപോലെ തന്നെ Z എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, Z മോട്ടോർ പോലെയല്ല തലതിരിഞ്ഞാണ്ടിരിക്കുന്നത്. പക്ഷേ കണക്ഷൻ കറക്റ്റ് പോസിറ്റീവ് Z തന്നെയാണ്. ഇനി Z നേരെ തിരിച്ച് അമ്മീറ്ററിലേക്ക് എത്തുന്നു. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ തലതിരിച്ച് വരച്ചിരിക്കുന്നത് കൊണ്ട് ശ്രദ്ധിച്ചോളണം. കറക്റ്റ് തിരിച്ച് വന്ന് പോസിറ്റീവിൽ തന്നെ കൊടുക്കണം. നെഗറ്റീവിൽ നിന്ന് നേരെ സപ്ലൈ നെഗറ്റീവിലേക്കും കൊടുക്കണം. ഓക്കെ, വീണ്ടും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എയിൽ നിന്നും ഒരു റെഡ് വയർ നേരെ ഒരു വോൾട്ട് മീറ്ററിലേക്ക് പോകുന്നു. വേറെ നമുക്കുള്ള ലോഡൊന്നുമില്ല, ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ ആ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിലേക്കും. ഇവിടെ നമുക്ക് വേണ്ടത് 220 വോൾട്ട് സപ്ലൈ ഉള്ളത് കൊണ്ട് അതിൻ്റെ 125% വരെ, അതായത് 125% എന്ന് പറയുമ്പം 275 275 വോൾട്ട് വേണം.
അതുകൊണ്ട് നമ്മൾ 300 വോൾട്ടിൻ്റെ ഒരു MC, അതായത് മൂവിങ് കോയിൽ മീറ്റർ വെക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് നോക്കണം. അതെന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ടേക്ക് ദ മെഷീൻ ഡീറ്റെയിൽസ് ഓഫ് മോട്ടോർ ആൻഡ് ജനറേറ്റർ. നമ്മൾ ഏതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോയാലും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്നും ആ സാധനത്തിൻ്റെ ഡീറ്റെയിൽസ്, നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസും എടുത്ത് വെച്ചിരിക്കണം. ഇപ്പോൾ മോട്ടോറിൻ്റെയും ജനറേറ്ററിൻ്റെയും കളക്ട് ചെയ്യുക. രണ്ടാമത്തത്, വയർ അപ്പ് ദ സർക്യൂട്ട് ആസ് വെർ ദ ഗിവൺ സർക്യൂട്ട് ഡയഗ്രാം. ആ സർക്യൂട്ട് ഡയഗ്രത്തിനെ നമുക്ക് തന്നിരിക്കുന്ന, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കളർ കോഡ് വെച്ച് വരച്ച ആ സർക്യൂട്ട് ഡയഗ്രത്തെ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടും ടൈറ്റായിട്ടും വയർ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു DC മോട്ടോറിലോ ജനറേറ്ററിലോ DC മെഷീൻസിനകത്ത് ഒരു കാരണവശാലും ഫീൽഡിൻ്റെ വയറ് ലൂസ് ആകരുത്, ലൂസ് കണക്ഷനോ ലോസോ ആകരുത്. കാരണം അപ്പോൾ ആർമേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ വാല്യൂവിലുള്ള ഒരു റെസിസ്റ്ററാണ്. അപ്പോൾ ആർമേച്ചറിലേക്ക് മാത്രമായിട്ട് സപ്ലൈ ചെന്ന് കഴിഞ്ഞാൽ അത് ഹൈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അത് മെഷീൻ തന്നെ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് നോക്കാം. ചെക്ക് ദ സർക്യൂട്ട് ഡയഗ്രാം വൺസ് അഗൈൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ എക്സ്പെരിമെൻറ്റ്. നമ്മൾ എന്തൊക്കെ തന്നെ എത്രയൊക്കെ നമ്മൾ കോൺഫിഡൻ്റ് ആയാലും വയറിങ് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ആ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വെരിഫൈ ചെയ്തിരിക്കണം. ഇനി അടുത്ത നാലാമത്തത്, ചെക്ക് ദ പൊസിഷൻസ് ഓഫ് ഫീൽഡ് റിയോസ്റ്റാറ്റ്സ്. മോട്ടോർ സൈഡ് ഈസ് മിനിമം ആൻഡ് ജനറേറ്റർ സൈഡ് ഈസ് മാക്സിമം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ ഫീൽഡ് കാണിച്ചു. മോട്ടോർ സൈഡിലെ ഫീൽഡ് റിയോസ്റ്റാറ്റ് എപ്പോഴും മിനിമത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്തായിരിക്കുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യും, മെഷീൻസിൻ്റെയോ അല്ലെങ്കിൽ ഫ്യൂസോ ഒക്കെ ബേൺ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ജനറേറ്റർ സൈഡിൽ നമ്മൾ മാക്സിമത്തിൽ വെക്കുന്നത് ഒറ്റയടിക്ക് ഹൈ വോൾട്ടേജ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാക്സിമത്തിൽ അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും. ഓക്കെ, ഇനി അഞ്ചാമത്തത്, ക്ലോസ് ദ DPST സ്വിച്ച്. DPST എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡബിൾ പോൾ സിംഗിൾ ത്രോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മോട്ടോർ സൈഡിലേക്ക്, പ്രൈം മൂവർ സൈഡിലേക്ക് ഉള്ള സപ്ലൈ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് ദ മോട്ടോർ യൂസിങ് 3 point സ്റ്റാർട്ടർ. ഇനി നമ്മൾ ആ 3 point സ്റ്റാർട്ടർ വെച്ച് ആ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഏഴാമത്തത്, വെരി ദ മോട്ടോർ ഫീൽഡ് സൈഡ് റിയോസ്റ്റാറ്റ് വെൻ ദ മോട്ടോർ റീച്ച് ഇൻ ദ റേറ്റഡ് സ്പീഡ്. നമ്മൾ ആ മോട്ടോർ സൈഡ് ഫീൽഡ് റിയോസ്റ്റാറ്റ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ആ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചപ്പോഴേ പറഞ്ഞു, അത് മിനിമത്തിലാണ് നിൽക്കുന്നത്. അത് പതുക്കെ വേരി ചെയ്യുക. അതോടൊപ്പം ടാക്കോമീറ്റർ വച്ച് ആ സ്പീഡ് ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് നമ്മുടെ റേറ്റഡ് സ്പീഡ്, മിക്കവാറും മെഷീനുകളെല്ലാം 1500 ആയിരിക്കും, 1500 ആയിരിക്കും. ആ 1500 അത് എത്രയാവട്ടെ ആ ലെവലിലേക്ക് അത് എത്തിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത്, ടേക്ക് ദ റെസിജ്വൽ വോൾട്ടേജ് ഫ്രം ദ ജനറേറ്റർ സൈഡ് വോൾട്ട്മീറ്റർ. അപ്പോൾ നമ്മുടെ ഒരു വോൾട്ട്മീറ്റർ ഈ ഫിഗറിലുള്ള ഒരു വോൾട്ട്മീറ്റർ അമ്മീറ്റർ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ജനറേറ്റർ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള വോൾട്ട്മീറ്ററിൽ അപ്പോൾ ചെറിയൊരു വോൾട്ടേജ് കാണിക്കും. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ സഹായമില്ലാതെ ആർമേച്ചർ കണ്ടക്ടർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ്. അതിനെയാണ് നമ്മൾ റെസിജ്വൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. നമുക്ക് ക്രിട്ടിക്കൽ സ്പീഡൊക്കെ വരയ്ക്കേണ്ട സമയത്ത് നമുക്ക് ഈ റെസിജ്വൽ വോൾട്ടേജ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഈ സമയത്ത് നമ്മുടെ അമ്മീറ്റർ 0 ആയിരിക്കും, കാരണം നമ്മുടെ ഫീൽഡ് സൈഡിലെ സ്വിച്ച് ഓപ്പണാണ്. ഇനി ഒൻപതാമത്തത്, ക്ലോസ് ദ SPST സ്വിച്ച്. SPST നിങ്ങൾക്ക് അറിയാമായിരിക്കും, സിംഗിൾ പോൾ സിംഗിൾ ത്രോ. SPST സ്വിച്ച് ഓഫ് ജനറേറ്റർ സൈഡ് ഫീൽഡ്. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് അതൊക്കെ ആ ജനറേറ്റർ സൈഡിലേക്കുള്ള സ്വിച്ചിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, പത്താമത്തത്, വെരി ദ ജനറേറ്റർ സൈഡ് റിയോസ്റ്റാറ്റ്, ദെൻ ടേക്ക് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓഫ് ജനറേറ്റർ ഫ്രം എ ലോ വോൾട്ടേജ് ടു 125 ഓഫ് റേറ്റഡ് വോൾട്ടേജ്. നോർമൽ ആയിട്ടുള്ള ഒരു 40 60 എങ്ങനെയെങ്കിലും ഒരു വോൾട്ടേജിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത്രയും ചെറിയൊരു വോൾട്ടേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു 1000 ഓമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ വേണം നമുക്ക് വെക്കാനെന്ന്. അപ്പം ആ വാല്യൂ പതുക്കെ വേരി ചെയ്ത് ഒരു 40, നമുക്ക് 40, 80, 120, 160, 200, 220 എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ മെഷീൻ്റെ റേറ്റഡ് ആയിരിക്കും. ഇനി അതിന് മുകളിലേക്ക് പോകുമ്പോൾ 220 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 40ൻ്റെ വേരിയേഷൻസ് ഇല്ലാതെ ഒരു 20 വെച്ചിട്ട് 240, 260, പിന്നെ 125% എന്ന് പറയുന്നത് 275, 275 വോൾട്ട് വരെ എത്തിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തെല്ലാം എന്തായിരിക്കണം, മോട്ടോർ
അപ്പോഴും നമ്മൾ മോട്ടോർ സൈഡിലെ ഫീൽഡ് റിയോസ്റ്റാറ്റ് വേരി ചെയ്ത് അതിനെ ഈ റേറ്റഡ് സ്പീഡിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ 11ാമത് പറഞ്ഞിരിക്കുന്നത്, കീപ് ദ മോട്ടോർ ഈസ് ഓൾവേസ് അറ്റ് റേറ്റഡ് സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് 12ാമത്തതും അവസാനത്തതും, സ്വിച്ച് ഓഫ് ദ മോട്ടോർ ആൻഡ് റിവയർ ദ കണക്ഷൻസ് ഇൻ റിവേഴ്സ് ഓർഡർ പ്രൊസീജിയർ. എന്ന് കഴിഞ്ഞാൽ റിവേഴ്സ് ഓർഡർ പ്രൊസീജിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അവസാനം ചെയ്തത് ആദ്യം, അവസാനം ചെയ്തത് എന്തായിരുന്നു, നമ്മുടെ ജനറേറ്റർ സൈഡിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് തിരിച്ച് സീറോയിലേക്ക് എത്തിക്കുക, മാക്സിമത്തിലേക്ക് എത്തിക്കുക. അതുപോലെ മോട്ടോർ സൈഡിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് സീറോയിലേക്ക് എത്തിക്കുക. SPST സ്വിച്ച്, അതായത് ഫീൽഡ് സൈഡ് പതുക്കെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ ഇട്ടയക്കുക. അതിനുശേഷം നമ്മുടെ മോട്ടോർ സ്റ്റാർട്ടറിൽ വച്ച് ഓൺ ഓഫ് ചെയ്യാതെ നേരെ DPST സ്വിച്ച് ഓഫ് ചെയ്ത് സപ്ലൈ ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മുടെ വയറിംഗ് എല്ലാം മെഷീൻ നിന്നതിന് ശേഷം മാത്രം മെഷീനിലെ വയറിങ്ങുകളെല്ലാം റീവയർ ചെയ്യുക. നമ്മുടെ ടാബ്ലർ കോളം ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തുള്ള നമ്മുടെ ഗ്രാഫ് ഷീറ്റിനകത്ത് ഈ പറഞ്ഞ എല്ലാം വരച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഒരു മെഷീൻ ഡീറ്റെയിൽസിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് മെഷീൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു? അതിനകത്ത് മോട്ടറും ജനറേറ്ററും ഉള്ളതുകൊണ്ട് മോട്ടറിൻ്റെ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ മെഷീനിൽ കാണും. ക്ലാസ്, വൈൻഡിങ്, ബെയറിങ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ മോട്ടോറിൻ്റെ പവർ, അതിന് എത്രയാണ് സ്പീഡ്, അതിൻ്റെ ആർമേച്ചറിന് എത്രയാണ് കറണ്ട്, വോൾട്ടേജ്, ആർമേച്ചറിൻ്റെ വോൾട്ടേജ് എത്രയാണ്, EXT കൊടുക്കുന്ന എക്സൈറ്റേഷൻ വോൾട്ടേജ്, ദാറ്റ് മീൻസ് അവിടെ നമ്മുടെ ഫീൽഡിൻ്റെ വോൾട്ടേജ് എത്രയാണ്, ഫീൽഡിനുള്ള കറണ്ട് എത്രയാണ്. ജനറേറ്ററിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ റിയോസ്റ്റാറ്റിൻ്റെ അപ്പാരറ്റസിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് വയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് റിയോസ്റ്റാറ്റ് വേണം ഒരെണ്ണം. നമ്മളെ ഫിഗറിലെല്ലാം ഉണ്ട്. 370 ohm 2 ആംപിയർ, അതുപോലെ 1000 ohm 2 ആംപിയർ. SPST സ്വിച്ചിൻ്റെ ഒരെണ്ണം വേണം ഫീൽഡ് സൈഡിലേക്ക്, അത് വേണം. കണക്ഷൻ വയേഴ്സ് ഒരു 2.5 സ്ക്വയർ mm വേണം. അത് ആവശ്യത്തിനാണ്, എത്രയാണോ അത്. അതുപോലെ പിന്നെ നമുക്കൊരു വോൾട്ട് മീറ്റർ 300 വോൾട്ട് തന്നെ വേണം, കാരണം 275 വരെ വേരി ചെയ്യാനുണ്ട്. അമ്മീറ്റർ ഫീൽഡ് കറണ്ട് അനുസരിച്ച് 1 ആംപിയർ ആണെങ്കിൽ അതിൻ്റെ എന്തായാലും ഇരട്ടിയോളം അടുപ്പിച്ച് വരും. അങ്ങനെയാണെങ്കിൽ തന്നെ ഏകദേശം 2 ആംപിയറോളം വേണം. അതെല്ലാം മൂവിങ് കോയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടാബുലർ കോളം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ടാബുലർ കോളത്തിനകത്ത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതുപോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് E0 ആണ്. അതുപോലെ ഫീൽഡ് കറണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു 40 മുതൽ ഇങ്ങനെ താഴോട്ട് ഒരു 8-10 റീഡിങ് വരും. ഫീൽഡ് കറണ്ട് IF നമ്മൾ എടുക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് വേണം നമുക്കിനി ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റഡ് വേവ് ഫോം കാണിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, കുറച്ചുകൂടെയൊക്കെ വേരിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ബാക്കി കുറച്ച് ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് ഗ്രാഫിൽ നിന്ന് എടുക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല, ഏകദേശം ഇത്രയെങ്കിലും എത്തണം. അതിൻ്റെ വെർട്ടിക്കൽ X ആക്സിസിനകത്ത് ഫീൽഡ് കറണ്ടും Y ആക്സിസിനകത്ത് വോൾട്ടേജുമാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു ലെവലിലേക്കെങ്കിലും മിനിമം കിട്ടിയിരിക്കണം. ഇനി നമുക്ക് റിസൾട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എയിമിൻ്റെ ടെൻസ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് ആവും. റിസൾട്ടും കൂടെ എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ഷണ്ട് ജനറേറ്ററിൻ്റെ OCC ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.